പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത മേഖല സന്ദർശിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് പോകാം. राहत शिविरों का भी दौरा करेंगे प्रधानमंत्री। भूस्खलन से जो प्रभावित इलाके हैं, प्रधानमंत्री स्वयं वहां पहुंचे हैं। हम देख सकते हैं कि पैदल चलकर वो इस पूरे इलाके का जायजा ले रहे हैं। देखिए, प्रधानमंत्री नरेंद्र मोदी अभी आपदाग्रस्त इलाकों में हैं। 11:45 കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണൂരിൽ വിമാനമിറങ്ങിയത്. അതിനുശേഷം അദ്ദേഹം സൈന്യത്തിന്റെ പ്രത്യേക ഹെലികോപ്റ്ററിൽ ദുരന്ത മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവരായിരുന്നു അദ്ദേഹത്തെ അനുഗമിച്ചിട്ടുണ്ടായിരുന്നത്. ആകാശ ദൃശ്യങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം കൽപ്പറ്റയിൽ വാഹനം ഇറങ്ങി. അതിനുശേഷം അവിടെ നിന്ന് റോഡ് മാർഗമാണ് ചൂരൽമലയിലേക്ക് എത്തിയത്. ബെയിലി പാലത്തിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. ഇന്ന് 3:15 അദ്ദേഹം കളക്ടറേറ്റിൽ എത്തുന്നത്. അവിടെ യോഗം ചേരുന്നുണ്ട്, പ്രത്യേക യോഗം ചേരുന്നുണ്ട്. യോഗത്തിലാണ് എന്ത് സഹായമാണ് ഇനി കേരളത്തിന് ഉണ്ടാവുക എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക. എന്തായാലും 2000 കോടിയുടെ സഹായം കേരളം ചോദിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം ആകാശ നിരീക്ഷണം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥർ ഓരോ മേഖലയും മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എവിടെയാണ് മുണ്ടക്കൈ ഉണ്ടായിരുന്നത്, എത്രത്തോളം ഒരു വ്യാപ്തി ആ ദുരന്തത്തിന് ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തിരുന്നു. ദുരന്ത മേഖലയിലെ സന്ദർശനത്തിലും അത് തന്നെയാണ് നടന്നിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത മേഖലയിലെ വെള്ളാർമല സ്കൂൾ നിന്നിരുന്ന സ്ഥലം സന്ദർശിക്കുകയാണ്. അവിടെ ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുണ്ട്, മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. എന്തായാലും ആ സൈനിക ഉദ്യോഗസ്ഥർ ഇപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് സ്കൂള് നിന്നിരുന്നത്, എങ്ങനെയാണ് ഉണ്ടായത് ആ ഒരു ഉരുൾപൊട്ടൽ, എത്രത്തോളം വ്യാപ്തിയുണ്ട്, എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ സന്നാഹങ്ങളും ഉണ്ട്. കേരള പോലീസ് ഉണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അവിടെ അദ്ദേഹത്തെ അനുഗമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുരന്തമുണ്ടായ മേഖലയിൽ അദ്ദേഹം മനസ്സിലാക്കുകയാണ് എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു മേഖല അത് കാണുമ്പോൾ നമുക്കും മലയാളികൾക്കൊക്കെ തന്നെ വലിയ രീതിയിൽ വിഷമം തോന്നുന്ന ഒരു കാഴ്ചയാണ്. പലയാവർത്തി നമ്മളിത് പറഞ്ഞതാണ് എങ്കിൽ പോലും എത്രത്തോളം നാശനഷ്ടം ഉണ്ടായി എന്നുള്ളത് നമുക്കൊരിക്കലും കണക്കുകൾ നിരത്തി പറയാൻ കഴിയില്ല. അത്രമാത്രം നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ കവളപ്പാറയിലും പുത്തുമലയിലും ഉണ്ടായതിൻ്റെ ഒരു 2 ഇരട്ടിയിലധികം നാശനഷ്ടമാണ് നമുക്ക് വയനാട്ടിൽ ഈ മുണ്ടക്കൈ പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത്. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിൽ ഒന്നാകെ ഉരുളെടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരാഴ്ചത്തെ ആ ഒരു ദുഃഖത്തിൽ നിന്ന് നമുക്ക് 1-2 ആഴ്ചത്തെ ആ ഒരു ദുഃഖത്തിൽ നിന്ന് നമുക്ക് ഇപ്പോഴും മുക്തി നേടാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും നരേന്ദ്രമോദിയും ഈ ഒരു ദുഃഖത്തിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അദ്ദേഹം പലയാവർത്തി അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിയാസ് KMR ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. റിയാസ്, നമ്മൾ കണ്ട് മനസ്സിലാക്കിയ കാര്യം, ഇപ്പോൾ അദ്ദേഹം അവിടെ നേരിട്ടെത്തി ആ പ്രദേശത്തൂടെ നടന്ന് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഓരോ കാര്യങ്ങളും ഉദ്യോഗസ്ഥർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് വെള്ളാർമല സ്കൂള് നിന്നിരുന്നത്, ഇവിടെ ഇത്രമാത്രം വീടുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇനിയൊരു പ്രതീക്ഷ നേരത്തെ മുതൽ നമ്മൾ പറയുന്നതാണ്. ഇനിയൊരു പ്രതീക്ഷ ആ യോഗത്തിൽ എത്രത്തോളം കേരളത്തിന്, വയനാടിനെ പുനർനിർമ്മിക്കാൻ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം നടക്കുന്നു. വിവരങ്ങൾ തീർച്ചയായും കാരണം പ്രധാനമന്ത്രി സന്ദർശനം നടത്തുമ്പോൾ കേരളവും ഏറെ പ്രതീക്ഷിക്കുകയാണ്. കാരണം നേരത്തെ റവന്യൂ മന്ത്രി കെ രാജനുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആ സമയത്ത് റവന്യൂ മന്ത്രി തന്നെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം മലയാളികളെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ പകരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി ഇവിടെ വയനാട്ടിൽ എത്തിയ സാഹചര്യത്തിൽ ഇനി കൂടുതൽ കേന്ദ്ര സഹായം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
അദ്ദേഹം ദുരന്ത ബാധിത മേഖലകളെല്ലാം തന്നെ നേരിട്ട് കാണുമ്പോൾ അതിന്റെ വ്യാപ്തി അദ്ദേഹത്തിന് മനസ്സിലാകുമെന്നാണ് കരുതുന്നത്. ഇനിയിപ്പോൾ ഈ 3 മണിയോടുകൂടി വയനാട് കളക്ട്രേറ്റിൽ നടക്കുന്ന യോഗത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ആ യോഗം നടക്കുന്നത്. ആ യോഗത്തിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാം തന്നെ ഈ കേരളത്തിന്റെ ദുരന്തത്തിന്റെ വ്യാപ്തി ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ബോധിപ്പിക്കും. അദ്ദേഹം നേരത്തെ വ്യോമ നിരീക്ഷണം നടത്തി ഈ ദുരന്ത ബാധിത മേഖലയുടെ ആഴം അതിന്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ട് എന്ന് പ്രധാനമന്ത്രി തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ്, അത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതിനു പുറമെ തന്നെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നതിനായി തയ്യാറാക്കിയ ഒരു വീഡിയോ ദൃശ്യം, 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ദൃശ്യം, അത് പ്രധാനമന്ത്രിക്ക് മുൻപിൽ ഈ യോഗത്തിൽ പ്രദർശിപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രി ചൂരൽമലയിലെ ദുരന്തബാധിത മേഖലകളിലൂടെ നേരിട്ട് അദ്ദേഹം അവിടെ ഇറങ്ങി ആ ദുരന്തബാധിത മേഖല നോക്കിക്കണ്ട് അവിടെയുള്ള നാശനഷ്ടങ്ങളെല്ലാം പ്രധാനമന്ത്രി കാണുകയാണ്. ആ കാണുന്ന സാഹചര്യത്തിൽ കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എല്ലാം തന്നെ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ഒപ്പം സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഉണ്ട്. കൂടാതെ മറ്റ് ഉദ്യോഗസ്ഥരുമുണ്ട്. വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീ ഉണ്ട്. ADGP MR അജിത് കുമാർ ഉണ്ട്. ADGP MR അജിത് കുമാറാണ് പ്രധാനമന്ത്രിയുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി തന്നെ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മുണ്ടക്കൈയിലും ഈ മുണ്ടക്കൈയിലെ ദുരന്തബാധിത മേഖലയിലെത്തി. അതിനുശേഷം ചൂരൽമലയിലേക്കും പ്രധാനമന്ത്രി എത്തി. മുണ്ടക്കൈയിലെ ദുരന്ത ബാധിത മേഖലയിൽ ഇറങ്ങി അവിടെ സഞ്ചരിച്ചുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ആ ദുരന്ത മുഖം പൂർണ്ണമായും കണ്ടു എന്നുള്ളതാണ്. അത് കേരളത്തെ സംബന്ധിച്ച്, വയനാടിനെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ പകരുന്നു. ഇക്കഴിഞ്ഞ ജൂലൈ 30 ഉണ്ടായ ആ വലിയ ഉരുൾപൊട്ടൽ ദുരന്തം പൂർണ്ണമായും നക്കിത്തുടച്ച ഒരു സാഹചര്യമാണ് ഈ 3 ഗ്രാമങ്ങൾ എന്ന് പറയുന്നത്. പുഞ്ചിരിമട്ടവും ഒപ്പം മുണ്ടക്കൈയും ഒപ്പം തന്നെ ചൂരൽമലയും എല്ലാം തന്നെ പൂർണ്ണമായും തകർക്കപ്പെട്ട രീതിയിലാണ് ഉള്ളത് ഈ ഗ്രാമങ്ങളെ. അവിടെയുള്ള ജീവനുകൾ എടുത്തു. 400-ലധികം പേർക്ക് അവിടെ ഇപ്പോൾ തന്നെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 130-ലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഈ ഒരു ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നു എന്നുള്ളത് വളരെയധികം പ്രതീക്ഷ പകരുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ബെയിലി പാലത്തിലൂടെ നടന്ന് നീങ്ങി ഇനിയിപ്പോൾ അദ്ദേഹം വെള്ളാർമല സ്കൂളിന്റെ പരിസരങ്ങളിലെല്ലാം തന്നെ എത്തി. നേരത്തെ വെള്ളാർമല സ്കൂൾ പരിസരം മാത്രമായിരുന്നു പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന വെള്ളാർമല സ്കൂളിന്റെ പരിസരത്ത് കൂടി അതിന്റെ മുകളിലേക്ക് കൂടി പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇതിന്റെ ദുരന്തത്തിന്റെ വ്യാപ്തി കൃത്യമായി തന്നെ ADGP അജിത് കുമാർ ഒപ്പം തന്നെ വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീ എല്ലാം ചേർന്ന് കൃത്യമായി തന്നെ പ്രധാനമന്ത്രിക്ക് മുൻപിൽ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും എല്ലാം തന്നെ ഉണ്ട്. ഇവരെല്ലാം ഈ ഒരു കേരളത്തിന്റെ ദുരന്ത പൂർണ്ണമായ സാഹചര്യത്തെ കുറിച്ച്, കേരളം കണ്ട സമാനതകളില്ലാത്ത ഈ ദുരന്തത്തെക്കുറിച്ച് കൃത്യമായൊരു വിശദീകരണം പ്രധാനമന്ത്രിക്ക് നൽകുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇനി കൂടുതൽ കേന്ദ്ര സഹായം ഉണ്ടാകും എന്നുള്ളൊരു പ്രത്യാശയാണ് ഒരു മലയാളിയെയും സംബന്ധിച്ച്, പ്രത്യേകിച്ച് വയനാട്ടിലെ ദുരിതബാധിതരെയും സംസ്ഥാന സർക്കാരിനെയും സംബന്ധിച്ച് ഉള്ളത്. അവരുടെ പുനരധിവാസമാണ് ഇനി നമുക്ക് ഏറെ ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം പ്രതീക്ഷ പകരുന്നു എന്നുള്ളത് തന്നെയാണ് നേരത്തെ റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞതുപോലെ നമുക്കും വ്യക്തമാകുന്ന ഒരു കാര്യം അതാണ്. കാരണം ഇന്നിപ്പോൾ ഇതിനുശേഷം പ്രധാനമന്ത്രി 1:45 പ്രധാനമന്ത്രി ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പ്രധാനമന്ത്രി പോയിരിക്കുന്നു. അവിടെ പ്രധാനമന്ത്രി തുടരും. അതിനുശേഷം അവിടെ നിന്നും വിംസ് ആശുപത്രിയിലേക്ക് പ്രധാനമന്ത്രി പോകും. ഈ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ദുരിതബാധിതരെ കണ്ട് അവരുടെ സങ്കടങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ചിലരുടെ സങ്കടങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് കേൾക്കുമെന്നാണ് അറിയുന്നത്. ഒപ്പം വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ സങ്കടങ്ങളും എല്ലാം തന്നെ പ്രധാനമന്ത്രി ചോദിച്ചറിയും എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതിനുശേഷം 2:25 ശേഷമാണ് പ്രധാനമന്ത്രി അവിടെ നിന്നും വയനാട് ജില്ലാ കളക്ടറേറ്റിലേക്ക് പുറപ്പെടുക. കളക്ടറേറ്റിൽ
പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരും. അതിൽ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും എല്ലാം തന്നെ സംബന്ധിക്കും. അവിടെ വെച്ചാണ് കേന്ദ്രത്തോട് കേരളത്തിന് ആവശ്യമായ സഹായങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി വ്യക്തമാക്കുക. ഭദ്ര. തീർച്ചയായും റിയാസ്, എന്തായാലും അദ്ദേഹം ഈ ക്യാമ്പിൽ എത്തുന്നതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മറ്റൊരു ഘടകം എന്ന് പറയുന്നത്. കാരണം അവിടെ എത്തി അവിടെയുള്ളവരെ നേരിട്ട് കേൾക്കുക, അതായത് ദുരന്ത മുഖത്ത് നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആളുകളാണ് അവർ പറയുന്നത് നേരിട്ട് കേൾക്കുക എന്ന് പറയുന്നത് അത്രത്തോളം വരില്ല നമ്മൾ എത്രയൊക്കെ മറ്റുള്ളവർ വിശദീകരിച്ചാലും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അവരെ കേൾക്കുക എന്നുള്ളതാണ് ദൗത്യം. അതും പ്രധാനമന്ത്രി നടത്തുകയാണ്. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ യോഗത്തിലേക്ക് പോകുന്നത് എന്നുള്ളതും മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതേസമയം റിയാസ്, നമുക്കറിയാം ഈ ബെയിലി പാലമൊക്കെ നിർമ്മിച്ച ഈ സൈനികരടക്കം അവിടെ ഉണ്ട്. അവരെയൊക്കെ കണ്ടിരുന്നോ പ്രധാനമന്ത്രി? കാരണം അവിടെ എത്തി അവരെ അഭിനന്ദിക്കും എന്നൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ചീഫ് സെക്രട്ടറി പറഞ്ഞൊരു കാര്യം, അതായത് എങ്ങനെയായിരുന്നു ഈ ഒരു രക്ഷാദൗത്യം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്, വരും ദിവസങ്ങളിൽ ഇനി എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. തീർച്ചയായും ഭദ്ര പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് വലിയ പ്രചോദനമാണ് അവിടെ ഉണ്ടാവുക എന്നുള്ളത്. കാരണം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് നേരിട്ട് ഈ ദുരിതബാധിതരെ സന്ദർശിക്കാൻ എത്തുന്നത്. ഈ വയനാട്ടിലെ ദുരന്തത്തിൽ എല്ലാം തകർന്നു പോയ മനുഷ്യരാണ് അവർ. ആ മനുഷ്യരെ സാന്ത്വനിപ്പിക്കാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് എത്തുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ ആ പശ്ചാത്തലത്തിൽ അത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ ഊർജം ഇവർക്ക് പകരും. ജീവിതത്തിലേക്ക് കൂടുതൽ ശക്തമായി തിരിച്ചു വരാനുള്ള ഒരു പ്രചോദനമായി അത് മാറുകയും ചെയ്യും. മറ്റൊന്ന് ബെയിലി പാലമാണ്. ഈ ബെയിലി പാലത്തിലൂടെ പ്രധാനമന്ത്രി നടന്നു നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അത് സൈന്യത്തിനുള്ള ഒരു വലിയ അംഗീകാരം കൂടിയായി മാറുകയാണ്. കാരണം സൈന്യം ഈ ദുരന്ത ഭൂമിയിൽ തീർത്ത ഏറ്റവും നിർണായകമായ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം തന്നെയാണ്. കാരണം ഈ ബെയിലി പാലം നിർമ്മിച്ചത് കാരണം നിരവധി പേരെ ജീവിതത്തിലേക്ക് കൃത്യമായി കൈപിടിച്ചു കൊണ്ടുവരാൻ സൈന്യത്തിന് സാധിച്ചു. മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾ എളുപ്പമായി. പൂർണ്ണമായും ഒറ്റപ്പെട്ടിരുന്ന മുണ്ടകൈ പ്രദേശത്തെ അവിടെയുള്ള രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഇടപെടാൻ സാധിച്ചു. കൂടുതൽ മൃതദേഹങ്ങൾ അവിടെ മണ്ണിൽ പൊതിഞ്ഞു കിടക്കുന്ന രീതിയിലുള്ള മൃതദേഹങ്ങൾ, ഒരുപക്ഷെ മണ്ണിൽ അഴുകിപ്പോകുമായിരുന്ന മൃതദേഹങ്ങൾ കൃത്യമായി കണ്ടെത്തി സംസ്കരിച്ച് ആദരവോടുകൂടി സംസ്കരിക്കാൻ അത് സാധ്യമാക്കിയതൊക്കെ ഈ ബെയിലി പാലത്തിന്റെ ഒരു നിർമ്മാണം തന്നെയാണ്. ചരിത്രപരമായ നിർമ്മാണമാണ്. അതിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സൈന്യത്തെ സംബന്ധിച്ചും അഭിമാനാർഹമായ മുഹൂർത്തം തന്നെയാണ്. സൈന്യത്തിന്റെ ഇടപെടലിനെ പ്രധാനമന്ത്രി തീർച്ചയായും അഭിനന്ദിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഇനിയിപ്പോൾ പ്രധാനമന്ത്രി ഇവിടെ നിന്നും നേരെ ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൂടി പോകുന്ന ഒരു സാഹചര്യത്തിൽ അത് അവരെ സംബന്ധിച്ച്, ഈ ദുരിതബാധിതരെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഇവർക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പുനരധിവാസ പദ്ധതികൾ ഉൾപ്പെടെ ഈ സംസ്ഥാന സർക്കാർ പോകുന്നു. ഒപ്പം സംസ്ഥാനത്തെ പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ പിന്തുണ അർപ്പിക്കുന്നു. ആ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ ദുരന്തബാധിതരെ കാണാനെത്തുമ്പോൾ അവരെ സംബന്ധിച്ച് അത് വലിയ പ്രത്യാശ പകരുന്ന ഒന്നായി, ജീവിതത്തിലേക്ക് കൂടുതൽ സജീവമായി തിരിച്ചു വരാൻ, സാധാരണ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നായി ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഭദ്ര.